അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ സുഗ്രീവ വിളിച്ചിരുന്ന ഗുഹയും പിന്നെ പുഷ്പക വിമാനം ലാൻഡ് ചെയ്ത സ്ഥലവും പിന്നെ സീതയുടെ കണ്ണീരിന്ന് അറിയപ്പെടുന്ന കുളം അതൊക്കെയാണ് കാട്ടിയിരുന്നത്. അതാണ് സുഗ്രീവൻ്റെ ഗുഹ. അവിടെ നിന്ന് നമ്മൾ പോകുന്നു. ഇപ്പോൾ ഈ സൈക്കിൾ എൻ്റെ കസിൻ്റെയാണ്. ഈ വീഡിയോ എടുക്കുന്നത് ഡിസംബർ 8-ാം തീയതി കേട്ടോ. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ നവംബറത്തെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം കഴിഞ്ഞ വീഡിയോ ഞാൻ നടന്നിട്ടാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ഡിസംബർ 8-ാം തീയതി ഇവിടുന്ന് പോണായിട്ട് മുമ്പ് പിറ്റേ ദിവസം വന്നിട്ട് എടുത്തിട്ടുള്ളതാണ് സൈക്കിളിൽ. ഈ ടെമ്പിളിൽ നരസിംഹ ടെമ്പിൾ എന്നാണ് ഇതിൻ്റെ പേര്. എന്ന് വെച്ചാൽ നരസിംഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ലോക്ക് ചെയ്തേക്കാണ്. ഉള്ളിലത്തെ സംഭവങ്ങളൊന്നും കാണിക്കാനായിട്ട് പറ്റില്ല. പക്ഷെ വേറൊരു വഴിയുണ്ട് ഇവിടെ തന്നെ. ഒരു ഹോൾ വഴി നമുക്ക് ഫുള്ള് കാണാൻ പറ്റും ഉള്ളിൽ എന്താ ഉള്ളതെന്ന്. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ സൈക്കിളിൽ വന്നിട്ടുള്ള എൻ്റെ കാര്യം തന്നെ ഫുള്ള് കവർ ചെയ്തിട്ട് പോകാൻ വെച്ചിട്ടാണ്. ഇവിടെ ഒരു ഹനുമാൻ്റെ ഒരു സംഭവം കുത്തിവെച്ചിട്ടുണ്ട്, ചിത്രം. ഈ ടെമ്പിളിൻ്റെ ഒരു ആർക്കിടെക്റ്റ് പറയുകയാണെങ്കിലും ഹേമകൂട ഹില്ലിൻ്റെ വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ, ഹംപിയുടെ ഫസ്റ്റ് വീഡിയോ. അതിലത്തെ ടെമ്പിൾസിൻ്റെ പോലെ ഉണ്ട് കാണാനായിട്ട് കേട്ടോ. തുടക്കത്തിൽ അവരുടെ ആർക്കിടെക്റ്റ് ഇതുപോലെയായിരുന്നു. ഇപ്പം ഞാൻ നിൽക്കണ നല്ല ഹൈറ്റിൽ നിൽക്കണേ കേട്ടോ. ഇതായിരിക്കുന്ന സൈക്കിൾ കണ്ടില്ലേ. അവിടെ സുഗ്രീവ കേവ്, അതിൻ്റെ ഏറ്റവും ബാക്കിൽ തുംഗഭദ്ര റിവറൊക്കെ ഉണ്ട്. ഇവിടുന്ന് പോയാൽ ഒരു ഗേറ്റ് വേ കാണാൻ പറ്റും. പക്ഷേ ഈ റൂട്ട് എന്തായാലും പോകണില്ല. തിരിച്ചു വരുമ്പോൾ ഈ റൂട്ട് ഇറങ്ങുന്നുണ്ട് ഞാൻ. അതിൻ്റെ ഉള്ളിൽ തവള എന്തൊക്കെ ഉണ്ട് തോന്നുന്നു. അപ്പം ഇവിടുന്ന് എന്തായാലും പോകാൻ നോക്കുന്നില്ല. ഞാൻ നേരെ പോയിട്ട് അവിടുന്ന് ചുറ്റിയിട്ട് മുകളിൽ കയറിയിട്ട് തിരിച്ച് ഈ വഴി വരാം. അതിന് മുമ്പ് ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗം ഞാൻ കാണിച്ചു തരാം. അതിന് പറ്റിയൊരു ഹോളാണ് ആ കാണുന്നത്. ഇതാണ് അതിൻ്റെ ഉൾവശം കേട്ടോ, ടെമ്പിളിൻ്റെ ഉള്ളിലത്തെ. ഇത് നരസിംഹ ടെമ്പിൾ എന്ന് പറയണമെങ്കിലും ഇത് വേറൊരു പേരും കൂടി പറയുന്നുണ്ട് ഈ സ്പോട്ടിന്. വ്യാസരാജ തീർത്ഥമഠം എന്നും പറയുന്നുണ്ട്. ഇവിടെ അന്നത്തെ കാലത്തൊരു രാജഗുരുയായിരുന്നു ഈ വ്യാസരാജ എന്ന് പറയുന്നത്. അപ്പോൾ വ്യാസരാജ തീർത്ഥമഠം എന്നും പറയുന്നുണ്ട് ഈ ടെമ്പിളിന്. നരസിംഹ ടെമ്പിൾ എന്നും പറയുന്നുണ്ട്. ചിലപ്പോൾ ഇത് രണ്ടും ഉണ്ടാവും ഈ സ്ഥലത്ത്. പക്ഷേ വ്യാസരാജ തീർത്ഥമഠം ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. ഇപ്പോൾ ഈ ടെമ്പിൾ മാത്രമാണ് സ്ഥിതി ചെയ്യുന്നത്. അന്നത്തെ യുദ്ധത്തിൽ ഫുള്ള് നശിപ്പിച്ച് പോയിണ്ടാവും. ഇത് ഏകദേശം ഒരു ഇടി നശിച്ചൊരു ടെമ്പിൾ തന്നെയാണ്. ഇതിൽ പൂജ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഒരു ഗാർഡൻ്റെ ഉള്ളിൽ കൂടെ താഴ്ത്തിക്ക് ഇറങ്ങി പോയിരുന്നു സെക്യൂരിറ്റി. ഇതൊരു ഗേറ്റ് വേ ആണ്, കണ്ടില്ലേ. ഇത് ഹേമകൂട്ട ഹില്ലിലുണ്ട് ഈ സെയിം ഗേറ്റ് വേ. കറക്റ്റ് അതേ ആർക്കിടെക്റ്റ് ആണ് കേട്ടോ. അത് ഫസ്റ്റ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഇതിൻ്റെ മുകളിൽ നിന്നൊരു വ്യൂ ഉണ്ട്. വലിയ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് കേട്ടോ. മുകളിൽ നിന്ന് നോക്കിയാൽ തുംഗഭദ്ര നദിയൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. തുംഗഭദ്ര നദി, പിന്നെ മാതംഗ ഹില്ല്, അഞ്ജനയാദ്രി ഹില്ല്, അങ്ങനെ 3 മലകളും ക്ലിയർ ആയിട്ട് ഇതിൻ്റെ ടോപ്പിൽ കയറി കാണാൻ പറ്റും. ഇത് അന്നത്തെ കാലത്ത് ഒരു വാച്ച് ടവർ പോലെ തോന്നുന്നു കണ്ടിട്ടോ. വാച്ച് ടവർ അല്ലെങ്കിൽ ഒരു ഗേറ്റ് വേയുടെ പോലെ. ഡോറൊക്കെ കണ്ടില്ലേ. ഡോർ വെക്കണ സ്ഥലത്തുള്ള ഹോൾ ഇപ്പോഴും ഉണ്ട് ഇതിൻ്റെ മുകളിൽ. ഇപ്പം ഞാൻ അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. ഇവിടുന്ന് നോക്കിയാൽ കണ്ടില്ലേ, ആ കാണുന്ന വിരൂപാക്ഷ ടെമ്പിളിൻ്റെ ഗോപുരമൊക്കെ ഇവിടെ നോക്കി കാണാൻ പറ്റും. മഞ്ഞ കണ്ടില്ലേ. 2 ഗോപുരങ്ങളും കാണാൻ പറ്റും ഇവിടുന്ന് ഏറ്റവും ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ. ഇത് ഫോണിൽ കാണാൻ കേട്ടോ. നേരിട്ടാണ് ഇതിലും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ആ സൈഡിൽ സീതയുടെ കണ്ണീരായി പറയപ്പെടുന്ന കുളം, പിന്നെ ആ കാണുന്ന മലയാണ് ഹനുമാൻ ജനിച്ചത്, അഞ്ജനയാദ്രി ഹിൽ എന്ന് പറയും. ഈ സെയിം ഗോപുരം കിങ്സ് ബാലൻസിൻ്റെ അവിടെ ഞാൻ കാട്ടിയിട്ടുണ്ടായിരുന്നു. ആ സൂം ചെയ്ത് കാണുന്നതാണ് ആ ഗോപുരം കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയാലാണ് ഈ ഗേറ്റ് വേ കൂടി കാണാൻ പറ്റും. പക്ഷേ ഈ റൂട്ട് വേറെ ക്ഷേത്രങ്ങളും സംഭവമൊന്നും ഇല്ലാത്ത കാരണം പോകാൻ. ഇതാണ് ഡോറിൻ്റെ ഹോള് കണ്ടില്ലേ. ഈ ഡോറടക്കം കല്ലുകൊണ്ടുണ്ടാക്കിയതാവും കേട്ടോ. 2 സൈഡും ഹോളുണ്ട്, ഡോറൊന്നും ഇല്ലെങ്കിലും. അപ്പം ഞാൻ ഈ റൂട്ട് വരാത്തതിൻ്റെ കാരണം എന്താ, ഇവിടെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കണുള്ളൂ. പ്രത്യേകിച്ച് വേറെ ടെമ്പിൾസ് കാര്യങ്ങളൊന്നുമില്ല. അതാണ് ഞാൻ നേരെ ചുറ്റി വളയാണ്ട് ഇങ്ങോട്ട് മറ്റേ റൂട്ട് വന്നതിൻ്റെ കാര്യം. ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഇതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള കോണിപ്പടിയൊന്നും ഇപ്പം ഇല്ല കേട്ടോ. ഒക്കെ നശിച്ചു പോയിക്കാണ്. ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് വേറെ ആൾക്കാരും കൂട്ടൊന്നും ഇല്ലാത്ത കാരണം ശാന്തമായിരിക്കുന്നുണ്ട് കേട്ടോ. ഇതാ കുറച്ച് പേര് അങ്ങോട്ട് പോകുന്നുണ്ട്. വിറ്റാല ടെമ്പിളിലേക്ക് പോകണവരാണ്. അവർ തന്നെ ഇപ്പോൾ അത്യാവശ്യം നടന്നിട്ടാണ് പോകുന്നുണ്ടാവുക കേട്ടോ. ഇങ്ങോട്ട് എത്തണമെങ്കിൽ 2 കിലോമീറ്റർ നടക്കണം വിരൂപാക്ഷ ടെമ്പിളിൻ്റെ അവിടെ നിന്ന്. ഇവരൊക്കെ വരുന്ന വിരൂപാക്ഷ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് നടന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പം ഞാൻ പോണതും ആ റൂട്ടിലേക്ക് തന്നെ പോകണേ കേട്ടോ. ഇനിയും കുറച്ചും കൂടി ഇനി അങ്ങോട്ട് പോകാനായിട്ട്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ റൂട്ടാണ് ഞാൻ ഇറങ്ങാൻ പോണേ കേട്ടോ.
അതിൻ്റെ മുകളിലത്തെ അതൊക്കെ അടിച്ച് തകർത്തുണ്ട്. ഇവിടെ കൂടുതലും ട്രഷർ ഹണ്ടേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല, പണ്ട്. ഇപ്പോൾ ഇവിടെ ഫുള്ള് സെക്യൂരിറ്റി CC ക്യാമറ ഒക്കെ ഉണ്ട്. ഏകദേശം ഒരു മെലിഞ്ഞൊരാൾക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റൂട്ടോ. 2 പേർക്ക് ഒരുമിച്ച് നടന്ന് പോകാനുള്ള ഗ്യാപ്പ് തന്നെ ഉള്ളൂ. ഞാൻ നേരത്തെ കാട്ടിയ തവള എടുക്കണ്ടായിരുന്ന തവള ഇപ്പോൾ കാണുന്നില്ല. കുറച്ച് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ. സൈക്കിൾ ആരും കൊണ്ടില്ല, സൈക്കിൾ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരാഹ ടെമ്പിളാണുള്ളത് കേട്ടോ. അപ്പോൾ ഇനിയുള്ള വീഡിയോ ഫുൾ ഞാൻ സൈക്കിളിൽ കവർ ചെയ്യണം. അപ്പോൾ അതുവരേക്കും വെയിറ്റ് ചെയ്യുക.